ഹായ് അമ്മി, ഞാൻ സെനോപൈറ്റിസിന്റെ ഇന്ദുവാണ്. എന്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ആർമി ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിടിഎസിന്റെ ഫസ്റ്റ് സ്റ്റുഡിയോ ആൽബം ആയിട്ടുള്ള ഡാർക്ക് ആൻഡ് വൈൽഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബിടിഎസിന്റെ ഫസ്റ്റ് ആൽബമായ ടു കൂൾ ഫോർ സ്കൂൾ, അതുപോലെ തന്നെ ഈ ആൽബത്തിൽ ഉൾപ്പെടുന്ന നമ്മുടെ ആദ്യത്തെ സോങ് ആയ നോ മോർ ഡ്രീമിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വെച്ച് നീട്ടാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആർമി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് അങ്ങ് ആയിക്കൊള്ളുക. പിന്നെ എന്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആർമി ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കുക, ആർമി ഫ്രണ്ട്സിന് കൊടുക്കുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. 2013 ജൂൺ 12 റിലീസായ ടു കൂൾ ഫോർ സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു ആൽബത്തില് 2 സോങ്സ് ആണുള്ളത്. ഒന്ന് നമ്മുടെ ഫസ്റ്റ് സോങ് ആയ നോ മോർ ഡ്രീം, 2 നമ്മുടെ സെക്കൻഡ് സോങ് ആയ വി ആർ ബുള്ളറ്റ് പ്രൂഫ് പാർട്ട് 2. 2013 ജൂൺ 12 സോങ് റിലീസ് ചെയ്തെങ്കിലും ജൂൺ മാസം തന്നെ 16 തീയതിയായിരുന്നു ഇതിന്റെ ഡാൻസ് വെർഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയുടെ ഡാൻസ് കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് സോൻസാങ് ദുക്ക് എന്ന് പറയുന്ന കൊറിയോഗ്രാഫർ ആണ് ചെയ്തിട്ടുള്ളത്. ബിടിഎസിന്റെ ആദ്യകാലത്തുള്ള ചില ഡാൻസ് കൊറിയോഗ്രാഫി ഒക്കെ തന്നെ ഇദ്ദേഹമായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. യുവതലമുറയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, അതുപോലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുന്ന, അവരെ നിരുത്സാഹപ്പെടുത്തുന്ന സമൂഹത്തോട് പറയാനുള്ള വാക്കുകളാണ് ഈ ഒരു സോങ്ങിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാണ് ഇത് തീർക്കണം. അപ്പൊ നോയ്സ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ആവിയാണ്, അതൊരു കാര്യം. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 4 പേര് കൂടി എഴുതിയിട്ടുള്ള ഒരു സോങ് ആണിത്. ആ 4 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് RM, ഒന്ന് നമ്മുടെ യുങ്കി, ഒന്ന് നമ്മുടെ ഹിറ്റ്മാൻ, ബാങ്ക് ഹിറ്റ്മാൻ, പിന്നെ പിതോങ് എന്ന് പറയുന്ന ഒരു വ്യക്തി. പിതോങ് എന്ന് പറയുന്ന വ്യക്തി ബിടിഎസിന്റെ ഒട്ടുമിക്ക സോങ്സിന്റെ ലിറിക്സിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു രചയിതാവാണ്. ഇവര് 4 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സോങ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു സോങ്ങിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ സോങ് യൂങ്കിയും RM കൂടി പിന്നെയും വെട്ടിത്തിരുത്തി വീണ്ടും റീറൈറ്റ് ചെയ്ത് അങ്ങനെ 20 ടൈംസ് റീറൈറ്റ് ചെയ്ത ഒരു സോങ് ആണ് നോ മോർ ഡ്രീം. ഹാർഡ് വർക്ക്, ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഇന്നത്തെ ലെവൽ എന്താണ്. ഒരു സോങ് എഴുതി 20 തവണ അത് റീറൈറ്റ് ചെയ്തു അവരുടെ കയ്യാല്. റീറൈറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അതിന് പുറമെ എന്തേലും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ സോൾ എന്ന് പറയുന്നത് ആ ഒരു സോങ്ങിനുള്ളിലേക്ക് ഇറക്കി വെച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സോങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ആദ്യം ആ സോങ് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ഇരിക്കും, എല്ലാത്തിന്റെയും തുടക്കം അങ്ങനെയൊക്കെ ആയിരിക്കും. വിജയത്തിലേക്കുള്ള പടി എന്ന് പറയുന്ന പരാജയമാണെന്നല്ലേ പറയാം. ഇൻസൾട്ടും പരാജയവും ഒക്കെ നേരിട്ടിട്ടുണ്ട്. അതെല്ലാം നേരിട്ടിട്ട് എല്ലാവിധ കളികളെയും മറികടന്നിട്ടാണ് ഞങ്ങൾ ഈ ലെവലിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പരാജയങ്ങളൊന്നും ഇനി ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നേക്കരുത്, അല്ലെ? ആണ്. നോ മോർ ഡ്രീം പല വേർഷൻ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഡാൻസ് വേർഷൻ, ബസ് വേർഷൻ, ഡാൻസ് പ്രാക്ടീസ് വേർഷൻ, 2022 ഫെസ്റ്റ ഡാൻസ് പ്രാക്ടീസ് വേർഷൻ, അതിങ്ങനെ ഒരുപാട് വേർഷൻസ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. 2013 ജൂൺ 6-നും 9-നും ഇടയിലായിട്ട് 2 ടീസേഴ്സ് ആണ് ഇവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമേജ് ടീസേഴ്സ് ആയിട്ട് ആദ്യം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാഗ്നെ ലൈനായ വീമിൻ കുക്കിന്റെ ഫോട്ടോസ് ആയിരുന്നു. അതിനുശേഷം ബിഗ് ഹിറ്റ് അപ്കമിംഗ് ബോയ് മ്യൂസിക് ബാൻഡ് BTS എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 7 മെമ്പേഴ്സിന്റെ ഒരുപാട് ഫോട്ടോസും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആൽബം റിലീസ് ചെയ്ത ആ ഒരു വീക്കിൽ തന്നെ 760 കോപ്പീസ് വിറ്റഴിച്ചു. 25th വീക്കിൽ ടോപ്പ് 19 ഗാവൺ ആൽബം ചാർട്ടിൽ ഇടം പിടിച്ചു. പിന്നീട് കോപ്പീസിന്റെ എണ്ണം 760 നിന്നും 4986 മാറി. അങ്ങനെ മന്ത്ലി ആൽബം ചാർട്ടിൽ ഓരോ മാസമായി ടോപ്പിൽ വന്നുകൊണ്ടേയിരുന്നു. ഇതിന്റെ മെയിൻ സോങ് കൊറിയൻ വെർഷനിൽ റിലീസ് ചെയ്തതോടൊപ്പം തന്നെ ഇതിന്റെ ജാപ്പനീസ് വെർഷനും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 29 ആയപ്പോഴേക്കും BTS ബിൽബോർഡിന്റെ വേൾഡ് ഡിജിറ്റൽ സോങ് ചാർട്ടിൽ നമ്പർ 14 സ്ഥാനത്തേക്ക് ഇടം പിടിച്ചു. അതുപോലെ തന്നെ ടു കൂൾ ഫോർ സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ആൽബം ഗാവൺ വീക്ക്ലി ചാർട്ടിൽ 5ാം സ്ഥാനത്തേക്ക് വന്നു. കേൾക്കാനും കാണാനും ഒക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു ഹിപ് ഹോപ്പ് ടൈപ്പ് സോങ് ആയിരുന്നു ഇത്. എങ്കിൽ തന്നെ പ്രതീക്ഷിച്ച വിജയമൊന്നും ഈ സോങ്ങിന് കൈവരിക്കാൻ സാധിച്ചില്ല. അതായത് നമ്മുടെ BTSന്റെ ഈ കാണുന്ന നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോ മോർ ഡ്രീം എന്ന ഒരു സോങ്ങിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ യുവതലമുറയെ പ്രൊട്ടക്ട് ചെയ്യണം, യുവതലമുറയ്ക്ക് വേണ്ടി പോരാടണം, യുവതലമുറയെ ഫുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡ് എന്ന രീതിയിൽ BTSനെ ഏറ്റെടുക്കാൻ അന്നത്തെ ഒരു 40% യുവതലമുറ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BTS ചെറിയ ചെറിയ രീതിയിലേക്ക് ഉയർന്നു വന്നതും. ഇത് മാത്രമൊന്നും ആയിരുന്നില്ല, ഈ ഒരു സോങ്ങിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസും നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ മ്യൂസിക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമില് BTSലെ വിഷ്വലായ വിയെയും ഇന്നത്തെ വിഷ്വലായ വിയെയും അതുപോലെ തന്നെ മെയിൻ ലീഡിംഗ് ഡാൻസറായ ജയഹോപ്പിനെയും മാറ്റി നിർത്തി എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അവരോടൊരു കളർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് സത്യമുള്ള കാര്യം തന്നെയാണ്. വീനെ ജയഹോപ്പിനെ കളറിന്റെ പേര് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെ അപേക്ഷിച്ച് അവർ യെല്ലോയിഷ് കളറും മറ്റുള്ളവർ പിങ്ക് വൈറ്റ് കളറും ആയിരുന്നു. അതിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടത്തിയത് BTSലെ ഈ മെമ്പേഴ്സോ അല്ലെങ്കിൽ ഈ ബാങ്ക് PD എന്ന് പറയുന്ന വ്യക്തിയോ ബിഗ് ഹിറ്റോ ആയിരുന്നില്ല. മാറി മാറി വരുന്ന ഇവരുടെ ട്രെയിനേഴ്സ് ആയിരുന്നു. ഇവരുടെ ട്രെയിനേഴ്സ്, അതുപോലെ ഇവർക്ക് ഡാൻസ് കൊറിയോഗ്രാഫേഴ്സ്, ഇവരൊക്കെ ചേഞ്ച് ചെയ്യുമായിരുന്നു. അവരായിരുന്നു ഇവരെ മാറ്റിയിരുന്നത്.
അതുപോലെ തന്നെ എന്താ പറയാ, ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ BTSന് ചേഞ്ച് ആയിട്ട് വരുന്നവരുണ്ടല്ലോ, അവരായിരുന്നു ഇവരെ സ്ക്രീനിൽ നിന്നും പിന്നിലേക്ക് തള്ളാൻ ശ്രമിച്ചത്. പക്ഷേ ഇവര് പിന്നിലേക്കായോ? ഇല്ല. ഇന്നും നോക്കുകയാണെങ്കിൽ ഇവർ ലെവലിൽ മുന്നിലോട്ട് തന്നെയാണ്. BTS 7 പേരും ഒരേ നിരയിൽ തന്നെയാണ്, ഒരാളും പിന്നിലേക്ക് പോയിട്ടില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇവരുടെ ഒരു ടീം വർക്ക്, ഹാർഡ് വർക്ക്, പരസ്പരമുള്ള ഒരു സ്നേഹം, വിശ്വാസം, കരുതൽ, ഡീപ് ഫ്രണ്ട്ഷിപ്പ്, ട്രസ്റ്റ്. ഇതുകൊണ്ടുകൂടിയാണ് ഇന്ന് BTS ഇത്ര സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നത്. പിന്നെ എന്റെ ആർമിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മെയിനായിട്ട് വളർന്നു വരുന്ന കുട്ടി ആർമിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പോകാൻ സമയമായി, എല്ലാവരും കാണുക, വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുക. പിന്നെ വെക്കേഷന് ട്യൂഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, അതിലൊക്കെ പങ്കെടുത്ത് പഠിച്ചതിനൊക്കെ ശേഷമുള്ള ടൈം മാത്രം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. പണ്ട് മറ്റേ വിശാഖപട്ടണം വഴി കപ്പൽ പിടി ചാടാൻ പോയില്ലേ 3 അവളുമാരെ പോലൊന്നും പോയി കാണിച്ചേക്കരുത്, മൊത്തത്തിൽ മാനം കെടുത്തരുത് നമ്മുടെ, കേട്ടോ. ഫാമിലി ഗ്രൂപ്പിലൊന്നും നമ്മളെ നാറ്റിക്കായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരുവിധ ആവശ്യമില്ലാത്ത പരിപാടിക്കോ ഈ കള്ള്, കഞ്ചാവും, മയക്കുമരുന്ന് ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ചെക്കന്മാരാണ്. ഒരുത്തന്റെ പുറകെ പോയിക്കില്ലേ. നമ്മുടെ ലഹരി മ്യൂസിക്കാണ്, ഡാൻസ് ആണ്, BTS ആണ്. അത് മാത്രം ഓർക്കുക, പഠിക്കുക, പേരൻസിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എന്റെ സുന്ദരി കുട്ടികൾക്ക് ബൈ, സറാങ്ങിയോ.